T20 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ക്രിസ് ഗെയിലിനെയാണ്. ഗെയിൽ എന്ന IPL നേടിയ 175 റൺസാണ് ഇന്നും ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ. എന്നാൽ ക്രിക്കറ്റിൽ വേഗതയേറിയ സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് രോഹിത് ശർമ്മയാണ്. T20 ക്രിക്കറ്റിൽ 36 ബോളിൽ നിന്ന് രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതാണ് ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. രണ്ടാമത്തേത് സഞ്ജു ആണ്. 40 ബോളിൽ നിന്ന് സഞ്ജു സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ റെക്കോർഡുകളെല്ലാം വെട്ടിച്ചിരിക്കുകയാണ് ഒരു ഇന്ത്യൻ താരം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് നടന്ന സയ്യിദ് മുഷ്താഖ് അലിയിലാണ് അഭിഷേക് ശർമ്മ റെക്കോർഡ് പ്രകടനം നടത്തിയത്. 29 പന്തിൽ നിന്നാണ് അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. T20 ക്രിക്കറ്റിലെ വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണിത്. ഇന്ന് മേഘാലയക്കെതിരെയാണ് അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി പ്രകടനം. 106 റൺസാണ് അഭിഷേക് ഇന്ന് അടിച്ചുകൂട്ടിയത്. അഭിഷേക് കളിച്ച 19 ബോളിലും ബൗണ്ടറി പിറന്നിരുന്നു. ഈ അടുത്തൊന്നും ഇതുപോലത്തെ ഒരു കളി ഇന്ത്യൻ താരങ്ങൾ കണ്ടിട്ടില്ല. അതുപോലത്തെ ബാറ്റിംഗ് ആണ് അഭിഷേക് ഇന്ന് പുറത്തെടുത്തത്. അഭിഷേകിന് T20 ടീമിൽ സ്ഥാനം ഉറപ്പായിരിക്കുകയാണ്. അഭിഷേക് ഇതേ ഫോമിൽ കളിച്ചത് സഞ്ജുവിനും പണിയായിരിക്കുകയാണ്. ഓപ്പണിംഗിൽ ഇനി തല്ലായിരിക്കും. ജയ്സ്വാൾ, സഞ്ജു, ഗില്ല്, അഭിഷേക് തുടങ്ങി ഒരുപാട് പേര് ഓപ്പണിംഗിലുണ്ട്. സഞ്ജുവിന് ഇനി അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.